സാബി അലൻസോയുടെ അണ്ടറിലുള്ള റയൽ മാഡ്രിഡ് ടീമിൻ്റെ രണ്ടാമത്തെ ലാലിഗ മാച്ചും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു മാച്ചിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് സാബി അലൻസോ ടീമിനെ ഇറക്കി വിട്ടിട്ടുള്ളത്. നമ്മുടെ എദർ മിലിറ്റാവുക്ക് പകരം റൂഡിഗറിനെയാണ് ഡിഫൻസിൽ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിന് പകരം റൈറ്റ് ബാക്കിൽ കാർവാഹാലിനെയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. കരേരാസും ഹ്യൂസണും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മസ്തൻതുവാനെ ഫസ്റ്റ് ലെവലിൽ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. വിനീഷ്യസ് ജൂനിയറിന് പകരം റോഡ്രിഗോ ആയിരുന്നു ലെഫ്റ്റ് വിങ്ങിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. എംബാപ്പെ തന്നെയായിരുന്നു സ്ട്രൈക്കർ. പിന്നെ അതുപോലെ ആർദെ ഗൂളറായിരുന്നു ആ ഒരു മിഡ്ഫീൽഡ് കൺട്രോളിങ് അദ്ദേഹത്തിനായിരുന്നു ആ ഒരു മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ക്യാം റോളിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് എച്ച്മാനിയെയും ഫെഡെ വൽവർദെയും ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ഗോൾ കീപ്പർ ഓഫ് കോഴ്സ് തിബോ കോർട്ടുവ. അതിൽ തന്നെ ഒരു 4-2-3-1 എന്നുള്ളൊരു ഫോർമേഷനിലായിരുന്നു സാബി അലൻസോ ഇന്നത്തെ ടീമിനെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. വലിയൊരു മാറ്റം എന്ന് പറയുന്നത് റോഡ്രിഗോയെ മാറ്റി വിനീഷ്യസ് ജൂനിയറിനെ മാറ്റി റോഡ്രിഗോനെ ഇറക്കി വിട്ടു. അത് സാബി അലൻസോയുടെ ഒരു ടാക്ടിക്സ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം റയൽ ഒവിയോഡോ എന്ന് പറഞ്ഞ ഒരു ടീം വിനീഷ്യസ് ജൂനിയറിന് പ്രിപ്പയർ ആയിട്ടാണ് ആക്ച്വലി അന്ന് മാച്ച് ഇറങ്ങി വിട്ടിട്ടുണ്ടായിരുന്നത് അവരുടെ ഫസ്റ്റ് 11. എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. കാരണം വാമപ്പിൻ്റെ സമയത്തൊക്കെ വിനീഷ്യസ് ജൂനിയർ നല്ല കൂക്കലുണ്ടായിരുന്നു. അതായത് ബൂയിങ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. കൂക്കി വിളിയായിരുന്നു ഫാൻസിൻ്റെ വക, റയൽ ഒവിയോയുടെ ഫാൻസിൻ്റെ വക. പക്ഷേ അതൊന്നും നല്ല റീസൺ. ഞാൻ പറയുന്നത് ആ ഒരു ഫസ്റ്റ് 11 വിനീഷ്യസ് ജൂനിയറിന് പ്രിപ്പയർ ആയിട്ടാണ് ലെഫ്റ്റ് വിങ്ങിൽ അവർ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത് അവരുടെ റൈറ്റ് ബാക്കൊക്കെ. പക്ഷേ സർപ്രൈസ് ആയിട്ട് റോഡ്രിഗോയാണ് സാബി അലൻസോ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റ് റോഡ്രിഗോക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് റോഡ്രിഗോ പുറത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് വിങ്ങിൽ മസ്തൻതുവാനും അദ്ദേഹം ഒരു ഡീസൻറ്റ് പെർഫോമൻസ്. സോഫാ സ്കോർ റേറ്റിംഗ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 6.3 അദ്ദേഹത്തിന് റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വക ഒരു ലോങ് റേഞ്ച് ഷോട്ട് ഉണ്ടായിരുന്നു. ഒരു ബിഗ് ചാൻസ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. പക്ഷേ ഇത് മിസ്സായി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആർദെ ഗൂളറിൻ്റെ ഒരു അസിസ്റ്റിൽ നിന്നും എംബാപ്പെ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. അതൊരു ചുമാനിൻ്റെ ഫൗളിലൂടെയാണ് എന്നുള്ള രീതിയിലൊക്കെ റഫറിനോട് ആ ഒരു ഒവിയോയുടെ പ്ലേയേഴ്സ് നല്ലപോലെ അപ്പീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ചുമാനിയുടെ ഒരു ടാക്കിൾ ഫ്രം ബിഹൈൻഡ് ആയിരുന്നു. പക്ഷേ അത് ബോളിന് കൊണ്ടതുപോലെയാണ് എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ തോന്നിയത്. ഫൗളില്ലാതാണ് എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ തോന്നിയത്. റഫറിയും അത് തന്നെയാണ് വിളിച്ചത്. പ്രോപ്പറായിട്ട് എനിക്ക് പറയാനറിയില്ല. എന്തായാലും ആ ഒരു ബോൾ നേരെ ആർദെ ഗൂളറിന് കിട്ടി. ഗൂളർ അത് എംബാപ്പയ്ക്ക് കൊടുക്കുന്നു. എംബാപ്പെ ഒരു നല്ലൊരു ടേണിലൂടെ തിരിഞ്ഞിട്ട് ആ ഒരു പോസ്റ്റിലോട്ട് അടിക്കുന്നു, ഗോളാവുന്നു. അങ്ങനെ ആദ്യത്തെ ഗോൾ 1-0 എന്നുള്ളൊരു സ്കോറിന് റയൽ മാഡ്രിഡ് മുന്നിലെത്തുന്നു സാബി അലൻസോയുടെ. കഴിഞ്ഞ മാച്ചൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ മാച്ചിലെ ബോളിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, നല്ലൊരു ടീം വർക്ക് നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിലൊക്കെ കംപ്ലീറ്റ് റയൽ മാഡ്രിഡ് അറ്റാക്ക് ആയിരുന്നു. ഓക്കെ, സെക്കൻഡ് ഹാഫിലായിരുന്നു പിന്നെയും ഒവിയോയുടെ വക കുറച്ച് അറ്റാക്കുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ കഴിഞ്ഞു. ആ ഒരു എംബാപ്പയുടെ ഗോളോട് കൂടി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. സെക്കൻഡ് ഹാഫിലാണ് പിന്നെ 63-ാമത്തെ മിനിറ്റിൽ റോഡ്രിഗോയെ പിൻവലിച്ച് വിനീഷ്യസ് ജൂനിയറിനെ കൊണ്ടുവരുന്നത്. ആക്ച്വലി അത് റോഡ്രിഗോക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹം നല്ലൊരു കളിയൊക്കെ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് വിങ്ങിലൂടെ കട്ട് ഇൻസൈഡ് ചെയ്ത് ചില ഷോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹത്തിന് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. റോഡ്രിഗോക്ക് ആ ഒരു അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അത്രയധികം ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ വിനീഷ്യസ് ജൂനിയർ ഇറങ്ങിയിട്ട് വിനീഷ്യസ് ജൂനിയറിന് ഇന്നത്തെ മാച്ചിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് എന്താ പറയുക, ഫാൻസിൻ്റെ വക, റയൽ ഒവിയോയുടെ ഫാൻസിൻ്റെ വക നല്ല കൂക്കുവിളി ഉണ്ടായിരുന്നു ട്രെയിനിങ് സമയത്ത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബോൾ കിട്ടുന്ന സമയത്ത് നല്ല പോലെ കൂക്കുവിളി ഉണ്ടായിരുന്നു. പക്ഷേ വിനീഷ്യസ് ജൂനിയറിനെ ഞാൻ പറയുമല്ലോ, അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി നല്ല ഡിഫറൻറ്റ് ഉണ്ട്. സാബി അലൻസോ വളരെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വിനീഷ്യസ് ജൂനിയറിന് കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. കണ്ടപ്പോൾ എനിക്കതാണ് തോന്നിയത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസ്സിംഗ് മെൻറ്റാലിറ്റിയൊക്കെ മാറിയിട്ടുണ്ട്. ആദ്യത്തെ ആ ഒരു എംബാപ്പയുടെ രണ്ടാമത്തെ ഗോളിൻ്റെ അസിസ്റ്റ് വന്ന വഴി നമ്മൾ കണ്ടതാണ്. വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു പ്രസ്സിങ്ങിലൂടെ, അവർ വളരെ എന്താ പറയുക കൗണ്ടർ പ്രസ്സിലൂടെയാണ് ആ ഒരു ബോൾ വിൻ ചെയ്തത്. അതായത് ഒവിയോയുടെ മിഡ്ഫീൽഡറിൻ്റെ കയ്യിൽ നിന്നും. എന്നിട്ട് ആ ഒരു ബോൾ നേരെ എംബാപ്പയ്ക്ക് കൊടുക്കുന്നു. വളരെ അൺസെൽഫിഷായിട്ട് വിനീഷ്യസ് ജൂനിയറിന് വേണമെങ്കിൽ ആ ഒരു ഷോട്ട് എടുക്കാമായിരുന്നു. പക്ഷേ എംബാപ്പെ ഫ്രീ ആയതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ആ ഒരു ഗോൾ സ്കോർ ചെയ്തു. വിനീഷ്യസ് ജൂനിയർ മറ്റേ ഗാലറിൻ്റെ അടുത്ത് വന്ന് ആകെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എംബാപ്പെ വന്ന് വായ പൊത്തുന്നൊക്കെ സീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അതിൻ്റെയൊക്കെ ഫോട്ടോ നിങ്ങൾ ചിലപ്പോൾ മേ ബി കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അദ്ദേഹത്തിന് ഒരു റെഡ് കാർഡ് അവോയ്ഡ് ചെയ്യാനാണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അവസാനം യെല്ലോ കാർഡ് കിട്ടിയിട്ടോ. കളിയുടെ എക്സ്ട്രാ ടൈമിൽ ഒരു വിനീഷ്യസ് ജൂനിയറിന് ഒരു യെല്ലോ കാർഡ് കിട്ടി. കാരണം അദ്ദേഹം ആ ഒരു ഫാൻസിന്, അതായത് കളി കാണാൻ വന്ന ഒവിയോയുടെ ഓഡിയൻസിന് റിപ്ലൈ കൊടുത്തതാണ് ആക്ച്വലി. എന്തായാലും വിനീഷ്യസ് ജൂനിയർ നല്ലൊരു പെർഫോമൻസ് ആണ് പുറത്തെടുത്തിട്ടുള്ളത്. എല്ലാവരുടെയും ആഗ്രഹം അതായിരുന്നല്ലോ. സെൽവിനി കീപ്പ് റോഡ്രിഗോനെ ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ ഇറക്കിയാൽ മതി. വിനീഷ്യസ് ജൂനിയർ സബ്ബായിട്ട് വെക്കും. ഇപ്പോൾ എല്ലാവരും ഹാപ്പി ആയല്ലോ. റയൽ മാഡ്രിഡിൻ്റെ ഓഡിയൻസും ബാഴ്സലോണയുടെ ഓഡിയൻസും ഫുട്ബോളിൻ്റെ ഓഡിയൻസും എല്ലാവരും ഈ പയ്യനെ ഭയങ്കരമായിട്ട് വെറുക്കുന്നുണ്ട്, ഹെയ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് കാരണം എന്നറിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡാണ് പലർക്കും ഇഷ്ടമില്ലാത്തത്. അറിയില്ല, എന്തായാലും ഇപ്പോൾ ഹാപ്പി ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. റോഡ്രിഗോയെ ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഇറക്കി വിട്ടിട്ടുള്ളത്. പക്ഷേ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ടീമിലുള്ള വൺ ഓഫ് ദി കീ പ്ലെയറാണ് വിനീഷ്യസ് ജൂനിയർ. സാബി അലൻസോ അത് വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സാബി അലൻസോ പറഞ്ഞു കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ വിനീഷ്യസ് ജൂനിയർ വളരെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പിന്നെ ഗോൾ അടിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു സെലിബ്രേഷൻ, അതിനിപ്പോൾ നമുക്ക് എന്താ പറയുക, അദ്ദേഹത്തിന് ഓപ്പോസിറ്റിൽ നിന്നും, അതായത് ഓഡിയൻസിൻ്റെ കയ്യിൽ നിന്നും നല്ല ചീത്തവടിയും നല്ല കൂക്കലും കിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പ്രതികരിക്കുക. എനിക്ക് കണ്ടപ്പോൾ പേഴ്സണലി അതാണ് തോന്നിയത്. എന്തായാലും അവസാനത്തെ നിമിഷം അദ്ദേഹത്തിന് യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട് അതിന്. സോ പിന്നെയാണ് നമ്മുടെ വിനീഷ്യസ് ജൂനിയറിന് ആ ഒരു എക്സ്ട്രാ ടൈമിൽ അദ്ദേഹത്തിന് ഒരു ബോൾ കിട്ടിയത്. ബോക്സിൻ്റെ ഉള്ളിൽ
ഫ്രീ ആയിട്ടായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയിരുന്ന 1-on-1 ആയിരുന്നു ഗോൾ കീപ്പറുമായിട്ട്. അദ്ദേഹം ഒരു ഷോട്ട് എടുക്കുന്നു റൈറ്റ് ഫുട്ട് കൊണ്ട്, അതങ്ങനെ ഗോളായി. അങ്ങനെ 3-0 എന്നുള്ളൊരു സ്കോറിന് റയൽ മാഡ്രിഡ് രണ്ടാമത്തെ മാച്ച്, ഇത് ഒവിയോയുടെ ഹോം മാച്ച് ആയിരുന്നു. ഓക്കെ, റയൽ ഒവിയോയുടെ ഹോം മാച്ച് ആയിരുന്നു. അവരങ്ങനെ ആ ഒരു എവേ 3 പോയിൻറ്റ്സ് റയൽ മാഡ്രിഡ് കളക്ട് ചെയ്തു. സാബി അലോൻസോയുടെ അണ്ടറിലുള്ള ഫസ്റ്റ് എവേ 3 പോയിൻറ്റ്സ് ആണ് അവർക്ക് കിട്ടിയത് ലാലിഗയിൽ. ഓക്കെ, ഇപ്പോൾ ടേബിൾ റേസിൽ ബാഴ്സലോണയും റയൽ മാഡ്രിഡും 2 മാച്ചും വിജയിച്ച് അവർ തന്നെയാണ് ടോപ്പിലുള്ളത്. റയൽ മാഡ്രിഡ് ടീം ഞാൻ പറഞ്ഞല്ലോ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ മാച്ച് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ മാച്ചിൽ നല്ല പോലെ ബോളിംഗ് വ്യത്യാസമുണ്ട്. പിന്നെ റയൽ ബോയ്ഡോടെ പോയത്തൊരു ടീമാണ്, ഒരു ചെറിയ ടീമാണ്. ഇനി വളരെ എന്താ പറയുക, അത്ലറ്റിക്കോ മാഡ്രിഡ്, ബാഴ്സലോണ ഇതുപോലത്തെ ടീം വന്നാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് കംപ്ലീറ്റ് സാബി അലോൻസോ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഡിഫെൻസീവ്ലി കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. മിഡ്ഫീൽഡ് കൺട്രോളിങ്ങും സാബി അലോൻസോ നല്ലപോലെ നോക്കുന്നുണ്ട്. അറ്റാക്കിങ് അവർ തമ്മിൽ ആ ഒരു സിങ്ക് വന്നാൽ മതി. ഓക്കെ, വിനീഷ്യസും എംബാപ്പയും റോഡ്രിഗോയും മസ്തൻതുവാൻ ഇവരൊക്കെ തമ്മിലൊരു സിങ്ക് വന്നാൽ മതി. എന്നാൽ തന്നെ ആ ഒരു അറ്റാക്ക് അടിപൊളിയായി മാറും. കാരണം എല്ലാവരും ഇൻഡിവിജ്വൽ കാപ്പബിലിറ്റി ഉള്ള പ്ലേയേഴ്സാണ് റയൽ മാഡ്രിഡിനുള്ളത്. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയാൽ മതി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ നമുക്ക് നോക്കാം. എന്തായാലും റയൽ മാഡ്രിഡ് എന്തായാലും രണ്ടാമത്തെ മാച്ചും വിജയിച്ചിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്.